മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ കളിക്കാനെത്തുന്നതിൽ തട്ടിപ്പുണ്ടെന്ന കായിക സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് പിന്നിൽ IAS തലപ്പത്തെ ഗ്രൂപ്പ് പോലും. ഉദ്യോഗസ്ഥ തലത്തിൽ ദീർഘകാലമായി തുടരുന്ന ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയാണ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിനെ പേരെടുത്ത് പറയാതെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ജയതിലകിനെ പരോക്ഷമായി പ്രതിക്കൂട്ടിലാക്കാനാണ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് ശ്രമിച്ചത്. AK അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ആകെ പുകമറയുള്ള ഒരു റിപ്പോർട്ടാണ് കായിക സെക്രട്ടറി നൽകിയത്. അതിൽ കൃത്യമായി ലക്ഷ്യമിടുന്നത് ജയതിലകിനെയാണ് എന്നുകൂടി വ്യക്തമാകുമ്പോൾ അത് IAS തലപ്പത്തെ പോര്. മുൻ സർക്കാരിന്റെ കാലത്ത് തനിക്ക് സസ്പെൻഷൻ തന്ന മേലുദ്യോഗസ്ഥനെതിരെയുള്ള ഒരു റിപ്പോർട്ട് കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ എത്തിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയായി മാറുകയാണല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും കിട്ടിയ അവസരം മുതലെടുക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. നമുക്കറിയാം ജയതിലകും അതോടൊപ്പം തന്നെ N പ്രശാന്തും തമ്മിലുള്ള ഈ പഠനപ്പിണക്കളങ്ങളും അതോടൊപ്പം തന്നെ പരസ്യപ്പോരും IASന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഒന്നായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ജയതിലകിനെ മാടമ്പള്ളിയിലെ മനോരോഗി എന്നടക്കം ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ തന്നെ ഉണ്ടായി. അതിന് പിന്നാലെ തന്നെ N പ്രശാന്തിനെതിരെ നടപടിയെടുക്കുകയും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ ഘട്ടത്തിൽ പോലും N പ്രശാന്ത് ജയതിലകിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പോലും പ്രതിപട്ടികയിൽ നിർത്താൻ ഒരു നീക്കമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റിപ്പോർട്ടിൽ പേര് പരാമർശിക്കാതെ തന്നെ ജയതിലകിനെ ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് റൂൾസ് ഓഫ് ബിസിനസിന്റെ കാര്യത്തിൽ വലിയ തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായും കൃത്യനിർവഹണത്തിനും വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാം എന്നുള്ള കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ പ്രകാരം അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയുള്ള പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, സേവനങ്ങൾ നിർത്തിവെക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഇത്തരത്തിൽ സർവീസ് ചട്ടങ്ങൾ പ്രകാരം വിരമിച്ചാൽ പോലും അത്തരത്തിൽ സേവനങ്ങൾ നിർത്തിവെക്കുകയും നടപടിയെടുക്കാൻ കഴിയുമെന്നുള്ള സൂചനകൾ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് IAS തലപ്പത്തുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന പഠനപ്പിണക്കങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഈ റിപ്പോർട്ടിൽ ജയതിലകിന്റെ പേര് പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിക്കൂട്ടിലാക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ അത്ര നിശ്ചയദാർഢ്യമുണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് എന്ന് വേണം പറയാൻ. അതാണ് IAS തലപ്പത്തെ ഗ്രൂപ്പ് കൂടിയാണ് ആ റിപ്പോർട്ടിന്റെ ആകെ തുക. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.